എൻ്റെ കുറേ വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മൂക്കുത്തി ഇടണമെന്ന്. അത് ഇന്ന് നടന്നിട്ടുണ്ട്. ഇത്രയും വർഷം മൂക്ക് കുത്താത്ത എന്തെന്ന് വെച്ചാൽ പേടിച്ചിട്ടാണ്. 10 വർഷം മുമ്പ് ഗൺ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ഒരു 7 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷനായി, പെയിനായി. അപ്പോൾ അത് ഞാൻ അപ്പം തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി മൂക്ക് കുത്തുന്നെങ്കിൽ പിന്നെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ കുത്താം. അപ്പോൾ അതാകുമ്പോൾ ആ സമയത്തൊരു വേദനയല്ലേ കാണുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഈ വേദന പേടിച്ചിട്ടാണ് ഇത്രയും വർഷം ഒഴിവാക്കി വിട്ടത്. അപ്പം ഞാൻ ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പോയി എന്തായാലും മൂക്ക് കുത്താം, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പോയി കുത്തുന്നതാണ്. നമ്മൾ ആദ്യം കണ്ട ജ്വല്ലറി അല്ലേ, സഫാരി മാളിലെ, ഷാർജയിലെ സഫാരി മാളിലെ മദേഴ്സ് ഗോൾഡിൽ നിന്നാണ് ഞാനൊരു മൂക്കുത്തി വാങ്ങിയത്. മൂക്കുത്തി വാങ്ങിയിട്ട് ഞങ്ങൾ ഈ റോള എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഗോൾഡ് ഷോപ്പ്, വെള്ളിയുടെ ഷോപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മൂക്ക് കുത്തും, ഡയറക്റ്റായിട്ട് കുത്തുമെന്ന്. സഫാരി മാളിലും ഉണ്ട്, പക്ഷേ അന്ന് ഈ കുത്തുന്ന ആൾ വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് മൂക്ക് കുത്താൻ പോയപ്പോൾ ഷോപ്പ് ക്ലോസ് ആയി. അപ്പം നമ്മൾ പിന്നെയും സഫാരി മാളിൽ വന്നിട്ട് ദേ പുട്ടി കയറിയിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് നമ്മളെന്താ വേപ്പുട്ടല്ലേ, അപ്പം പുട്ട് തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുട്ട് കപ്പ ബിരിയാണി അതാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ആദ്യം തന്നെ നമുക്കൊരു തേയില, ഒരു കട്ടൻ ചായ തരും, നല്ല മധുരമുള്ള നല്ല അടിപൊളി ഒരു കട്ടൻ ചായ. ഇതാണ് ആ കപ്പ പുട്ട്. പിന്നെ ചിക്കൻ 65, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ 65ഉം പിന്നെ വീറ്റ് പൊറോട്ടയും വാങ്ങി. പിന്നെ ഞാനും ചേട്ടനും കൂടെ ഒരു പുട്ടേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളത് ഫുള്ള് കഴിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് കഴിച്ചതിന് ശേഷം കപ്പ ബിരിയാണി ഉണ്ടല്ലോ, കപ്പയും ബീഫും കൂടെ ഇട്ടുള്ളത്, സൂപ്പറായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അതും വാങ്ങിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ട് പിറ്റേ ദിവസം പോയാണ് മൂക്ക് കുത്തിയത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ മൂക്കുത്തി വാങ്ങിയതിൻ്റെ അന്ന് തട്ടാൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ റോള ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ മലയാളത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തട്ടാൻ കാത് കുത്തും എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തായാലും മൂക്കും കുത്തുമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ തന്നെ പോയത്. അപ്പോൾ അതാണ് ആ ഷോപ്പ്, അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇത് ഭയങ്കര നീങ്ങി പോയിട്ടുണ്ട് കുത്തി. അപ്പം കുറച്ച് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. കുത്തുന്ന സമയത്ത് നല്ല വേദനയാണ്. നല്ല വേദനയെന്ന് വെച്ചാൽ പറഞ്ഞറിയാൻ പറ്റില്ല, അത്ര വേദനയാണ്. ആ കുത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ഇതൊന്ന് നമ്മുടെ മൂക്കുത്തി ഇട്ടിട്ട് തിരുക്കി അത് കറക്റ്റായിട്ട് ഇടുമല്ലോ, അത്രയും സമയം വേദനയാണ് കേട്ടോ, നല്ല വേദനയാണ്. ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ മൂക്ക് കുത്തി അവിടെ നിന്ന് എണീറ്റതിന് ശേഷം പിന്നെ എനിക്ക് വേദനയൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു നീറ്റിൽ ചെറുതായിട്ട്, അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എനിക്ക്, ഓക്കെ ആയിരുന്നു. അങ്ങനെ മൂക്ക് കുത്തി ഒരു 10 വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മൂക്ക് കുത്തണമെന്ന്. എനിക്ക് സങ്കടമൊന്നും വന്നില്ലേ ഞാൻ കരഞ്ഞപ്പോൾ? ഞാൻ ചോദിക്കുമായിരുന്നു മൂക്ക് സങ്കടമൊന്നും വന്നില്ലേ അമ്മ കരഞ്ഞപ്പോൾ, മൂക്ക് കുത്തി കണ്ടപ്പോൾ. ഞാൻ പ്രതീക്ഷിച്ചത് ഇവള് കരയുന്നതാണ്, പക്ഷേ മോനും ഓക്കെ ആയിരുന്നു. മോനാണ് ആ വീഡിയോസ് ഫുള്ള് എടുത്ത് തന്നത് കേട്ടോ, ആ വീഡിയോ എല്ലാം എടുത്ത് തന്നത് അവനാണ്. അപ്പോൾ ഞാൻ ഈ മൂക്ക് കുത്തിയതിന് ശേഷം കുറേ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കരയണ കണ്ടിട്ട് അവന് സങ്കടമായിട്ട് അവൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മൂക്കുത്തിയും. ഈ വീഡിയോയും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്